back to Shami Tech. This is Muhammad Shamir from Shami Tech Videos. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ ടിപ്സും ട്രിക്കും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഗൂഗിളിൻ്റെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗൂഗിൾ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ യൂസേജ് ചെയ്യുന്നത് അത് ആരെങ്കിലും കാണുമോ, നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ആരെങ്കിലും കാണുമോ എന്ന് ചിലപ്പോൾ നമുക്ക് ആശങ്കയിൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഹിസ്റ്ററി ഓഫാക്കി, അതായത് ഹിസ്റ്ററി ക്ലിയർ ഹിസ്റ്ററി ആക്കിയിടും. പക്ഷേ നമ്മുടെ ഫോൺ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മിക്കതും ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സാമാന്യ മൊബൈലിൻ്റെ കമ്പ്യൂട്ടർ മൊബൈൽ അങ്ങനെ ഇത്തിരി അറിവുള്ള ആളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർക്ക് അറിയണം നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്തിരുന്നത്. അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ അറിയണം. അവർ നോക്കിയാൽ നമ്മുടെ മൊബൈൽ വാങ്ങിയ ദിവസം നമ്മൾ അക്കൗണ്ടിൽ ബന്ധിപ്പിച്ച ഈ മൊബൈലും അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫസ്റ്റ് ഡേ മുതൽ അന്നത്തെ ദിവസം വരത്തെയുള്ള നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തു, നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ സെർച്ച് ചെയ്തു, വാട്സാപ്പ് നമ്മൾ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തു, അതെല്ലാം അറിയാൻ പറ്റും. പക്ഷേ അതെല്ലാം ഓഫാക്കി ഇടാൻ ഒരു മാർഗവുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, എന്നാൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഒന്നും പറയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ചത് വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസറിൽ മൈ ആക്ടിവിറ്റീസ് google.com എന്നടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ സെർച്ച് ബാറിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പുതിയൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വരെ ബ്രൗസ് ചെയ്ത ലിസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ഡേ ബൈ ഡേ സെർച്ച് ചെയ്ത ഹിസ്റ്ററീസ് ആൻഡ് ഒരു യൂട്യൂബിലായാലും നമ്മുടെ ബ്രൗസേഴ്സിലായാലും അങ്ങനെ ഇന്ന് വരെയുള്ള സെർച്ച് വാട്സാപ്പിലായാലും എല്ലാം സെർച്ച് ചെയ്തിട്ടുള്ള ഹിസ്റ്ററീസാണ് ഇവിടെ ലഭിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് കാരണം വേറൊരു ഉപകാരമുണ്ട്. നമുക്കിപ്പം ഒരു ദിവസം നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചോ. സപ്പോസ് ഇന്നത്തെ ദിവസം എനിക്ക് റിവ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കി ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ പോയിട്ട് ഐറ്റം വ്യൂ, ബണ്ടിൽ വ്യൂ, അങ്ങനെ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ ആ ഡേറ്റ് അതെല്ലാം സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് ക്ലിയർ ആയിട്ട് നമ്മൾ അന്നൊരു ഡേറ്റ് സെർച്ച് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്താലും മതി, സ്ക്രോൾ ചെയ്ത് നോക്കിയാലും മതി. ആ ഡേറ്റിൽ നമ്മൾ പർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് സെർച്ച് ചെയ്തു അതെല്ലാം നമുക്ക് ഈ 3 വരകളുണ്ട്. ഇവിടെ എല്ലാം അതിൻ്റെ എല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതെല്ലാം എങ്ങനെ ഡിസേബിൾ ആക്കാം, ഇതൊക്കെ എങ്ങനെ ഡിലീറ്റ് ആക്കാം എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആദ്യമായി നമ്മൾ ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ. ഇതിൽ 3 തരത്തിൽ ഡിലീറ്റ് ആക്കാം. ഡിലീറ്റ് ബൈ ലാസ്റ്റ് അവർ, ഡിലീറ്റ് ലാസ്റ്റ് ഡേ, ഓൾ ടൈം ഡിലീറ്റ്. ഈ ഓൾ ടൈം ഡിലീറ്റ് കൊടുത്താൽ എല്ലാം ഒറ്റയടിക്ക് നമ്മൾ ഇന്ന് വരെ ബ്രൗസ് ചെയ്തിട്ടുള്ള മൈ ആക്ടിവിറ്റിയിൽ നിന്ന് എല്ലാം ഒറ്റയടിക്ക് ഡിലീറ്റ് ആവും. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്നത്, അല്ലാതെ നമുക്കിപ്പോൾ ഇനി ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട നമ്മുടെ സാധാരണ ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഗൂഗിൾ വെബ് ആക്ടിവിറ്റിയാണ്. ഇവിടെ ഇതൊക്കെ ഓണാണ്, എനേബിളാണ്. അപ്പം ലൊക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട, യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്തൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട, അങ്ങനെ മാനേജ് ആക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ഹിസ്റ്ററി ഇപ്പോൾ എൻ്റെ എനേബിളാണ്. അപ്പോൾ ഇതെനിക്ക് എനേബിളാക്കി വെക്കേണ്ട, എനിക്ക് ഇനി യൂട്യൂബ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എനേബിളാക്കി വെക്കേണ്ട എന്നൊരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ
എനിക്കിവിടെ വെബ് ആക്ടിവിറ്റി ഫുൾ നമ്മൾ ഡിസേബിൾ ആക്കിയാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റിയും യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ഫോണ് സ്റ്റോർ ചെയ്ത് വയ്ക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡിസേബിൾ ആക്കി പോസ് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാനിവിടെ പോസ് കൊടുത്താൽ ഇനി എൻ്റെ ഒരു ആക്ടിവിറ്റീസും ഇത് നമ്മുടെ ഫോണ് ഒരു ആക്ടിവിറ്റിയിൽ വെബിൻ്റെ നമ്മുടെ ബ്രൗസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും നമ്മുടെ ഫോൺ സ്റ്റോർ ചെയ്ത് വയ്ക്കത്തില്ല. അപ്പം ഞാൻ യൂട്യൂബ് ഹിസ്റ്ററി കൊടുത്തു. അപ്പം ഇതും ഞാൻ ഡിസേബിൾ ആക്കിയത്. ഞാനിത് പോസ് കൊടുത്തു. ഇങ്ങനെ പോസ് കൊടുക്കുകയാണെങ്കിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം നമ്മൾ പോസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, നമ്മൾ ഡിസേബിൾ ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റീസ് നേരത്തെ ഡിലീറ്റ് ചെയ്യുകയും വേണം. എന്നാൽ നമ്മൾ സേഫ് സോണിലാണ്. അതായത് വേറെ ആരെങ്കിലും നമ്മൾ ഫോൺ എടുത്ത് നമ്മുടെ ആക്ടിവിറ്റീസെല്ലാം നോക്കാൻ ശ്രമിച്ചാൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഒരുപാട് എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഇതൊക്കെയാണ് കൂടാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ ഇൻസ്പിറേഷൻ നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ഇടുകയോ നിങ്ങൾ എൻ്റെ ഫീഡ്ബാക്കിൽ മെയിൽ ഐ ഡിയിൽ അറിയിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന നല്ല വിലയേറിയ കമൻസ് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം മുഹമ്മദ് ഷമീർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.